നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണത്തിന് വില കൂടുന്നു, അതോടൊപ്പം ഡൈവോഴ്സ് കേസുകളുടെ എണ്ണവും കൂടുന്നു. അതായത് വിവാഹമോചന കേസുകളുടെ എണ്ണവും കൂടുന്നു. കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലേ? കേരളത്തിലെ പുതിയ ട്രെൻഡാണിത്. അതായത് എനിക്ക് ഈ വക്കീലന്മാരും ഒക്കെ ആയിട്ട് ചെറിയ സൗഹൃദമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരാൾ ഈ വിവാഹമോചന കേസുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എന്തോ ഒരു പ്രത്യേക പോസ്റ്റ് തന്നെ ഉണ്ട്. ഈ വിവാഹമോചന കേസുകൾക്ക് പ്രത്യേകം എന്തൊക്കെയോ ഒരു ഇതുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വക്കീൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞതാണിത്. അതായത് പൊതുവെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് കല്യാണം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുന്നു, ഓക്കെ. എന്നിട്ട് ഭാര്യയുടെ സ്വർണമെടുത്ത് വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് വെച്ച് വീട് പണിയുക, അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനൊരു സ്ഥിതിവിശേഷമുണ്ട്, പണ്ടേ പോലെ ഉണ്ട്. ഈ സ്വർണത്തിന് വില കൂടുന്നതിനേക്കാൾ മുമ്പേ ആ പരിപാടിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പണ്ടത്തെ ഒരു കാലത്ത് 100 പവൻ സ്വർണ്ണമാണ് ഈ സ്ത്രീധനമായിട്ടൊക്കെ ഏകദേശം ഓരോരുത്തർ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 100 പവൻ സ്വർണത്തിന് എത്ര വില? 1 കോടിയിലധികം വരും. അപ്പോൾ ഈ സാധാരണ ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ ഉണ്ടായി ചെറിയ കാര്യം തൊട്ടായിരിക്കും തുടങ്ങുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും വഴക്കും ഉണ്ടാകുന്നത് രണ്ടു പേർക്കും മെച്യൂരിറ്റി, പക്വത എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചെറിയ കാര്യത്തിനായിരിക്കും ഭാര്യ ഭർത്താവോ എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങുന്നത്. അത് രണ്ടു പേർക്കും ഈഗോ ഒഴിവാക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അത് പറഞ്ഞു കയറി അങ്ങ് പോവും. അതേസമയം രണ്ടുപേരും നല്ല പക്വതയുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങ് വലുതായാണ് അവസാനം വിവാഹമോചന കേസിൽ വരുന്നത്. ഇപ്പം ഈയിടെ ഈ പറഞ്ഞ വക്കീൽ പറഞ്ഞ ഒരു വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ ഒക്കില്ല. അതുപോലുള്ളൊരു സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചു. അതായത് ഭാര്യ ഭർത്താവും കൂടെ വിവാഹമോചന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നു. അതുകൊണ്ട് ഭാര്യയ്ക്കാണ് വിവാഹമോചനം വേണ്ടത്, അത്യാവശ്യം, നിർബന്ധം. ഇവർക്ക് രണ്ടുപേർക്കും പ്രായം എത്ര ആണെന്നറിയാം? ഭർത്താവിന് 85, ഭാര്യയ്ക്ക് 80. ഈ 80-85 വയസ്സുള്ള ദമ്പതികൾ വിവാഹമോചന കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. കാര്യം എന്താണെന്നറിയോ? ഈ ഭർത്താവ് ഫേസ്ബുക്ക് വഴിയോ മറ്റോ വെളി രാജ്യത്തുള്ള ഏതൊരു മദാമയുമായിട്ട് സൗഹൃദത്തിലായി. അപ്പോൾ ഇത് അറിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യമായ രീതിയിൽ തന്നെ സൗഹൃദത്തിലായി, ഈ ഭർത്താവും മദാമയും, ഓക്കെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് വിവാഹമോചനം വേണം. 80 വയസ്സുള്ള സ്ത്രീ 85 വയസ്സ് ഉള്ള ഭർത്താവിനെതിരെ വിവാഹമോചന കേസ് കൊടുത്തു. കാര്യം ഭർത്താവിന് അവിഹിത ബന്ധമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ വക്കീൽ പരമാവധി ശ്രമിച്ചു നോക്കി അവരെ പിന്തിരിപ്പിക്കാൻ. കാര്യം പ്രധാനമായിട്ടും ഒരുപാട് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം, ഈ 80ാമത്തെ വയസ്സിൽ വിവാഹമോചനം നടത്തിയിട്ട് എന്തോ കാര്യം, എന്തോ നേടാനാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം. പക്ഷേ അത് ആ ഭാര്യ ഇപ്പോഴും വിവാഹമോചനം വേണമെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. എന്തായാലും നമ്മുടെ വിഷയം ഇതാണ്. സ്വർണം വിറ്റ് വീട് വെക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ള ആൾക്കാർ
ഭാര്യയും ഭർത്താവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാഹമോചനത്തിലോട്ട് എത്തുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവെ വിലയിരുത്തുന്ന ഇതാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും മെച്യൂരിറ്റി പക്വതയില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ ചെറിയ കാര്യങ്ങൾ പിടിച്ച് വലുതാക്കി അങ്ങ് വക്കീലിനെടുക്കെ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ നഷ്ടപരിഹാരം ചോദിക്കും. ഓക്കെ, ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു, നഷ്ടപരിഹാരം. അതായത് ഈ സ്ത്രീധന നിയമവും അതുമൊക്കെ ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ. അതിൽ ഒക്കെ പറയുന്നത് ഇതാണ്, ഭാര്യ സ്ത്രീധനമായിട്ട് കൊടുത്ത വസ്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാം. അതായത് പ്രശസ്തനായിട്ടുള്ളൊരു MLAയും ഭാര്യയും തമ്മിലുള്ള വഴക്കും വക്കാണമൊക്കെ വന്ന് TV വിയിലൊക്കെ വന്നതാണ്. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഭാര്യ നഷ്ടപരിഹാരമായിട്ട് വാങ്ങിച്ചത് 2 കോടി രൂപയോ മറ്റോ ആണ്. ഓക്കെ, അത് ഇമ്മിണി വലിയ ആൾക്കാരുടെ കാര്യമാണ്. എന്നാൽ സാധാരണക്കാരുടെ ഇടയിൽ ഏകദേശം ഒരു 20 വർഷത്തിന് മുമ്പ് വിവാഹം കഴിച്ച ഒരു ഭാര്യ ഭർത്താവുമാണെങ്കിൽ അന്നത്തെ സ്വർണ്ണ വില എന്ന് പറയുമ്പോൾ ഇന്നത്തെ പകുതി പോയിട്ട് 4/1 പോലും ഇല്ല. ഓക്കെ, അന്ന് ഏകദേശം 100 പവൻ വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 ലക്ഷം മാക്സിമം കിട്ടുമായിരിക്കും. അപ്പോൾ അന്ന് വിറ്റ 100 പവൻ്റെ കാശ്, ആ പവന് സ്വർണത്തിന് ഇന്ന് എന്തായിരിക്കും വില അറിയാമല്ലോ. 1 ലക്ഷത്തിലധികമാണ് ഒരു പവൻ്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു വില കണക്കാക്കുമ്പോൾ ഏകദേശം 1 കോടി രൂപ വരും. ഓക്കെ, അപ്പോൾ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, കച്ചവട മനോഭാവത്തോടെ ഭാര്യ ചിന്തിക്കുകയാണ്, ഇദ്ദേഹത്തെ എതിരെ കേസ് കൊടുത്താൽ പണ്ടത്തെ ഇല്ല, വിറ്റുപോയ 100 പവൻ സ്വർണം തിരിച്ചു തരേണ്ടി വരും. ഓക്കെ, വലിയൊരു സാധ്യതയാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സംജായമായേക്കുന്നത്. അതായത് ഡൈവോഴ്സ് കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിന് സ്ത്രീധനമായിട്ട് കൊടുത്ത സ്വർണവും ഒക്കെ ഉൾപ്പെടെ തിരിച്ചു ചോദിച്ചാൽ നിയമപരമായിട്ട് കൊടുത്തേ ഒക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനൊരു വലിയൊരു സാധ്യത ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർക്കുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്വർണ്ണമൊക്കെ സ്ത്രീധനമായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു രീതി. വലിയ അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള കല്യാണത്തിനൊന്നും പൊതുവേ ഈ സ്വർണ്ണമൊന്നും വലിയ വിലയ്ക്ക് വാങ്ങിച്ച് ഇടുന്ന രീതി പണ്ടില്ല, ഇപ്പോഴും ഇല്ല, ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല. പണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് പലരുമായിട്ട് എനിക്ക് കണക്ഷനുണ്ട്. അവരുടെ കല്യാണത്തിനൊക്കെ ഈ സ്വർണം ഒരു വിഷയമേ അല്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് സംഭവം ഇപ്പോൾ ഉള്ള കേരളത്തിലെ ഒരു പുതിയ ട്രെൻഡ് ഇതാണ്. പണ്ട് സ്വർണം വിറ്റ ഭർത്താക്കന്മാരെല്ലാം പെട്ടുകിടക്കുകയാണ്. കാര്യം കേസ് വിധിയായാൽ 100 പവൻ സ്വർണത്തിൻ്റെ കാശിപ്പോൾ അവരൊപ്പിച്ച് ആ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ വലിയ പ്രശ്നമാണിത്. ഇത് ഞാൻ തമാശയായിട്ട് അവതരിപ്പിച്ചെങ്കിലും ഇമ്മിണി സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ സുഹൃത്തായ വക്കീൽ പറഞ്ഞത് ഇങ്ങനൊരു പുതിയ ട്രെൻഡുണ്ട്. അങ്ങനെ നിരവധി വിവാഹമോചന കേസുകളും അതായത് കച്ചവട മനോഭാവത്തോട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വിറ്റുപോയ സ്വർണം അത് തിരിച്ച് വാങ്ങിച്ച് അവർ വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായാലും 1 കോടി രൂപ ഇപ്പോൾ ഉറപ്പാണ്. 1 കോടിയൊക്കെ കൊണ്ടുവന്ന് ബാങ്കിലൊക്കെ ഇട്ട് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം കേരളത്തിൽ പുതിയൊരു ട്രെൻഡ് തുടങ്ങിയിരിക്കുകയാണ്. സ്വർണത്തിന് വില കൂടുന്നു, വിവാഹമോചന കേസുകളുടെ എണ്ണവും കൂടുന്നു. ഓക്കെ, എന്താ ചെയ്യുക?
മറ്റ് വിഷയങ്ങളിലൊക്കെ ഒരുപാട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം തൽക്കാലം വിടവാങ്ങുന്നു. ഇങ്ങനൊരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ട്. ഇതൊരു തമാശ വീഡിയോ ആയിട്ട് കാണണ്ട. ഇത് ഇമ്മിണി ഒന്നൊന്നര സീരിയസ്നെസ് ഈ വിഷയത്തിലുണ്ട്. ഓക്കെ, തൽക്കാലം ഗുഡ് ബൈ. താങ്ക് യു. ശുഭദിനം.